ഇന്ന് ഞാൻ ഒരു കഥയാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ, അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ 20 വർഷമായിട്ട് കൊണ്ടു നടന്നിരുന്ന ഒരു ബക്രാം എയർബേസ് ഉണ്ടായിരുന്നു. ആ എയർബേസ് 1920 ഇട്ടൊരിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ അമേരിക്ക തിരിച്ചുപോയി. ആ എയർവേസ് എന്തിനാണ് വന്നിരുന്നതെന്ന് വെച്ചാൽ, ഏഷ്യൻ രാജ്യങ്ങളെ വീക്ഷിക്കാനും ടെററിസ്റ്റുകളെ ഇല്ലാതാക്കാനും എന്നുള്ള രീതിയിലായിരുന്നു വന്നിരുന്നത്. എന്നാൽ തോറ്റു തുന്നം മാടി അമേരിക്ക കെട്ടും കടക്കെടുത്തിട്ട് കഴിച്ചിലായി. അതോടുകൂടിയിട്ട് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം വന്നു. താലിബാൻ ഭരണം വന്നപ്പോൾ എല്ലാ നയതന്ത്ര എംബസികളും എല്ലാ രാജ്യത്തിൻ്റെയും അവിടുന്ന് പോയി. ഇന്ത്യയുടെ എംബസി ആൾക്കാർ പോകുന്നു, എംബസി അവിടെ തന്നെ. എന്ത് സംഭവിച്ചു എന്ന് വിചാരിച്ചാൽ, താലിബാൻ ഭരണം വന്നതിന് ശേഷം മറ്റു രാജ്യങ്ങളിൽ തീരുമാനിച്ച മാതിരിയല്ല ഇന്ത്യ തീരുമാനിച്ചത്. സാധാരണ ഒരു ഭരണമാറ്റം വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അതേമാതിരി തന്നെയാണ്. നമ്മൾ നയതന്ത്രപരമായിട്ട് അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടോ കൂടുതൽ അടുപ്പം കാണിച്ചിട്ടില്ല എങ്കിൽ പോലും അവർക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളും മരുന്നുകളും കൊടുത്തുകൊണ്ടേയിരുന്നു. ഏറ്റവും കൂടുതൽ കടന്ന് താലിബാനോട് ബന്ധം പുലർത്തിയിരുന്നത് ചൈനയായിരുന്നു. ചൈന ഏത് രാജ്യത്തേക്ക് കയറിയാലും ചെയ്യുന്ന അതേ വിഷയം തന്നെയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവരുടെ ധാതുലവണങ്ങൾ കലർന്ന ഭൂമി കൈവശപ്പെടുത്തുക, ഒരു ബെൽറ്റ് റോഡ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഏഷ്യൻ രാജ്യങ്ങളിലേക്കും റോഡ് മാർഗം ഗതാഗതം ഉണ്ടാക്കാനുള്ളൊരു ഐഡിയ ഒക്കെ ആയിട്ടാണ് അടുത്തുകൂടിയിരുന്നത്. ആദ്യ സമയങ്ങളിലെല്ലാം അഫ്ഗാനും അത് മനസ്സിലായിരുന്ന ക്രമേണ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. ചൈന അഫ്ഗാനിസ്ഥാനോട് കൂടുതൽ അടുക്കാൻ തുടങ്ങിയപ്പോൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള കൂട്ടുകെട്ട് കുറയാൻ തുടങ്ങി. സത്യത്തിൽ താലിബാൻ്റെ ഭരണം വരാൻ തന്നെ കാരണം പാകിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാൻ്റെ കയറ്റുമതിക്കുള്ള പോർട്ട് ഉപയോഗിച്ചിരുന്നത് പാകിസ്ഥാൻ്റെ ആയിരുന്നു. പാകിസ്ഥാൻ ക്രമേണ അവർ പോർട്ടിൽ നിന്ന് സാധനം കയറ്റുന്നതിന് ഡിലേ വരുത്താൻ തുടങ്ങി. അങ്ങനെ അവർ തമ്മിൽ അതിർത്തി പ്രശ്നങ്ങളും ഉണ്ടാവാൻ തുടങ്ങി. ആ സമയത്ത് നയതന്ത്രപരമായി അവരുടെ വിദേശകാര്യമന്ത്രി അഫ്ഗാനിസ്ഥാൻ്റെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുമായി ബന്ധപ്പെടുന്ന സമയം തന്നെയായിരുന്നു. ക്രമേണ അവർ തമ്മിൽ കൂടുതൽ നയതന്ത്രത്തിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളും വന്നുകൊണ്ടിരുന്നു. ആ സമയത്താണ് അഫ്ഗാനിസ്ഥാനിലൊരു ഭൂമി കുലുക്കം ഉണ്ടാവുന്നതും അതിന് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് 500 കണ്ടെയ്നർ സാധനങ്ങൾ, മരുന്ന്, ഭക്ഷണ സാധനങ്ങൾ, പാർപ്പിടങ്ങൾ, എല്ലാ സൗകര്യങ്ങളും അയച്ചു കൊടുക്കുന്നു. അതിനുശേഷം താലിബാൻ ഗവൺമെൻറ് ഇന്ത്യൻ ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുകയും അവരെ നയതന്ത്ര ബന്ധം കൂട്ടിയുറപ്പിക്കണം എന്നുള്ളൊരു താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. അത് പ്രകാരം വിദേശകാര്യമന്ത്രി ജയശങ്കറും അവരുടെ വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുകയും അതിലൊരുപാട് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. നയതന്ത്രപരമായി എല്ലാ കാര്യങ്ങളിലും ഇടപെടാമെന്നുള്ളതും സാമ്പത്തികമായും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്നുള്ള രീതിയിലായിരുന്നു തീരുമാനങ്ങൾ വന്നത്. അതുപ്രകാരം അഫ്ഗാൻ്റെ വിദേശകാര്യമന്ത്രി ഒരാഴ്ച സമയത്തോളം ഇന്ത്യയിൽ വന്ന് ചർച്ചകൾ നടത്തി. ആ ചർച്ചയിൽ ബക്രാം എയർബേസ് ഇന്ത്യക്ക് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. ഇന്ത്യൻ ഗവൺമെൻറ് ബക്രാം എയർബേസ് നമ്മുടെ സ്വന്തം എയർബേസ് മാതിരി ചിട്ടപ്പെടുത്താൻ തുടങ്ങി. ക്രമേണ എല്ലാ വെപ്പൺസും, ഒരു യുദ്ധസജ്ജമായ രീതിയിലുള്ള എല്ലാ വെപ്പൺസും
അവിടെ സ്ഥാപിച്ചു. ഈ സമയത്ത് അമേരിക്കയ്ക്ക് മനസ്സിലായി അവിടെ ഇന്ത്യ എയർബേസ് ഏറ്റെടുത്തു എന്നുള്ളത് മനസ്സിലായപ്പോൾ ഇന്ത്യ ഡൽഹിയിലേക്ക് വിവരം അറിയിച്ചു, എയർബേസ് ഒഴിക്കണം, ഞങ്ങൾ ആ എയർബേസ് എടുക്കാൻ പോവാണ്. അതുകൊണ്ട് ഇന്ത്യ അതിൽ നിന്ന് പിന്മാറണം, അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പോകണം എന്നുള്ള രീതിയിൽ വിവരം വന്നു വൈറ്റ് ഹൗസിൽ. ഇന്ത്യ പറഞ്ഞു, ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രമാണ്, ഞങ്ങൾക്കൊരു മൂന്നാമതൊരു രാജ്യത്തിൻ്റെ ആവശ്യമില്ല ഇതിൽ സംസാരിക്കാനും, ഞങ്ങളിത് ഒഴിഞ്ഞു കൊടുക്കില്ല, ഞങ്ങൾ രണ്ടു കൂട്ടർ തീരുമാനിച്ച കാര്യമാണ്. അങ്ങനെ അമേരിക്കേൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യയെ ഈ ബർഖാൻ എയർവേസ് പിടിക്കാൻ വേണ്ടിയിട്ട് വരികയും അതിന് പ്രതിരോധമായിട്ട് നമ്മളുടെ എയർവേസിൽ നിന്ന് വിവരം കൊടുക്കുകയും ഞങ്ങളെ റഡാറിൻ്റെ പരിധിക്ക് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അടിച്ചു വീഴ്ത്തും എന്നുള്ള രീതിയിലുള്ള ശക്തമായ മറുപടിയാണ് കിട്ടിയത്. അതുപ്രകാരം അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകൾ തിരിച്ചു പോകേണ്ടതായിട്ട് വന്നു. അഫ്ഗാനിസ്ഥാൻ്റെ ഭരണതലത്തിൽ നിന്നും ഇന്ത്യൻ ഭരണതലത്തിൽ നിന്നും സംയുക്തമായി പ്രസ്താവന ഇറക്കി, ഇനി ഞങ്ങൾ ആയുധ പരിശീലനം ഒരുമിച്ച് നടത്താൻ പോവുകയാണ്, ഞങ്ങൾ ഈ എയർവേസ് ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ട്, ഇനി ഇന്ത്യയും ഞങ്ങളും ഒരുമിച്ചാണ് നയതന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. അതോടുകൂടിയിട്ട് ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ, പാകിസ്ഥാനും ചൈനയ്ക്കും അമേരിക്കയ്ക്കും എല്ലാം ലോകരാജ്യങ്ങൾ മുഴുവനും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. പഴയ മാതിരി അമേരിക്കേൻ്റെ ഭീഷണി ഒരു കാരണവശാലും ഇന്ത്യക്ക് ഏൽക്കില്ല എന്നുള്ളതും അമേരിക്കയ്ക്ക് അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മ വന്നതോടു കൂടിയിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക്, അല്ലെ പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് എതിർക്കാൻ ബുദ്ധിമുട്ടാണ്. അത് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും, ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഇതിൽ നിന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 20 വർഷത്തോളം പണവും സൈനികരെയും നിലനിർത്തിയൊരു സ്ഥലം ഒരു ഭൂമി കുലുക്കം വരുന്ന സമയത്ത് 500 കണ്ടെയ്നർ ആയുധവും അനുഭവം ഭക്ഷണ സാധനങ്ങളും മരുന്നുകളൊക്കെ കൊടുത്ത ആ ഒരു സ്നേഹത്തിൽ കീഴ്പ്പെടുത്താൻ പറ്റുന്ന സംഗതിയാണ് 20 വർഷം കാലം അമേരിക്ക നഷ്ടപ്പെടുത്തിയത്. ഏത് സംഗതിയും സ്നേഹത്തിൻ്റെ മുന്നിൽ കീഴടങ്ങുകയുള്ളൂ, ഭീഷണിയുടെ മുന്നിൽ ഒന്നും കീഴടങ്ങുകയില്ല. ഓക്കെ.